PVC-യിൽ കൃഷി ചെയ്യുമ്പോൾ മറ്റേ സാധാ മരങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് നമുക്ക്, നനയ്ക്കാനും നമുക്ക് സൗകര്യം, അങ്ങനെ എല്ലാം കൊണ്ടും PVC കുറച്ചുകൂടെ മെച്ചം. പക്ഷെ ചിലരത് അംഗീകരിക്കുന്നില്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. ചെറിയൊരു വീഡിയോ അന്ന് വയനാട് വിഷൻ തന്നെ ചെയ്തിരുന്നത് 1.5 ലക്ഷത്തോളം കാണികളായിട്ടുണ്ട്. കുരുമുളക് കൃഷിയിൽ ഇന്ന് കർഷകർ പല നൂതന മാർഗങ്ങളും പ്രയോഗിച്ച നൂറുമേനി വിളവ് നേടുന്നുണ്ട്. താങ്ങുകാലുകളിൽ മാറ്റം വരുത്തിയും പലയിനം കുരുമുളക് ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തും ഇന്ന് കാർഷിക മേഖലയിലെ കുതിപ്പ് തുടരുകയാണ് കുരുമുളക്. ഇന്ന് ഒരു വ്യത്യസ്തനായ കർഷകനെയാണ് നമ്മൾ പാടവും പറമ്പിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹം കുരുമുളക് കൃഷി ചെയ്യുന്നത് PVC പൈപ്പുകളിലാണ്. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടവും കൃഷിവിശേഷവും പരിചയപ്പെടാം ഇന്ന് പാടവും പറമ്പിലൂടെ. വയനാടിന്റെ മണ്ണിൽ പരമ്പരാഗത കൃഷിരീതികൾക്കപ്പുറം ഒരു പുതുവഴി തേടുകയാണ് മാനന്തവാടി കമ്മന ആര്യപ്പള്ളിയിലെ അജീഷ്. പരമ്പരാഗത താങ്ങുകാലുകൾക്ക് പകരം PVC പൈപ്പുകൾ ഉപയോഗിച്ച് കുരുമുളക് കൃഷിയിൽ വിജയം കൊയ്യാനുള്ള പരീക്ഷണത്തിലാണ് ഈ കർഷകൻ. PVC പൈപ്പുകളിൽ പടർന്നു കയറുന്ന പന്നിയൂർ, ചാന്ത്ര ഇനങ്ങളിലുള്ള കുരുമുളക് വള്ളികൾ വയനാടിന്റെ കൃഷി കാഴ്ചകളിൽ വേറിട്ടൊരു ദൃശ്യമാണ് സമ്മാനിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അജീഷ് PVC കുരുമുളക് കൃഷിരീതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്. വയനാടിന്റെ കുരുമുളക് കൃഷിയിൽ പുതുചരിത്രമെഴുതാൻ അജീഷിന്റെ ഈ പരീക്ഷണം വിജയപാതയിലേക്ക് നീങ്ങുകയാണ്. അത് ഞങ്ങൾ ആദ്യം മുതലേ കൃഷിക്കാരായതുകൊണ്ട്, പ്രത്യേകിച്ച് കുരുമുളകിൻ്റെ കാര്യത്തിൽ കൃഷിക്കാരായതുകൊണ്ട് ഇത് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് താല്പര്യം തോന്നി. അപ്പോൾ ഇങ്ങനെ വീഡിയോകൾ കണ്ട് എന്നാൽ പിന്നെ നമുക്കും ഒന്ന് പരീക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സ്ഥലം അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്, ഫ്രീ ആയിട്ടിരുന്ന സ്ഥലമായിരുന്നേ. അപ്പോൾ ആ ഭാഗത്ത് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. മെച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന മരങ്ങളിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മരങ്ങളിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇതിൻ്റെ ചോല കാരണം നമുക്ക് അത് എല്ലാ വർഷവും പണിക്കാരെ വെച്ചിട്ട് നമ്മളത് വെട്ടിച്ചാടിച്ച് അങ്ങനെ ക്ലിയറാക്കി കൊണ്ടുപോകണം, എന്നാലേ ഈ കുരുമുളകിന് വെയിലടിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ചില മരങ്ങളുണ്ട് ഒരു വർഷത്തിൽ തന്നെ 2, 3, 4 പ്രാവശ്യമൊക്കെ ചോല ചാടിക്കേണ്ടത്. ഇപ്പോൾ ശീമക്കൊന്ന പോലെയുള്ള മരങ്ങൾ പെട്ടെന്ന് അതിൻ്റെ ചപ്പ് വരും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ അത് ചാടിക്കണം. അപ്പോൾ എന്നാലേ ഈ വെയിൽ ഇതിൻ്റെ ഇലകൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം വെയിലുണ്ട്, നമുക്ക് ആ സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല വളർച്ചയുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് മണികൾക്ക് നല്ല വലിപ്പവും കിട്ടും. നമ്മൾ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരുപാട് മെച്ചങ്ങൾ ഇതിനുണ്ട്. അതുപോലെ തന്നെ പ്ലാവിനൊക്കെ ആണെങ്കിലും ഈ കുരുമുളക് വളർന്നു കയറുമെങ്കിലും അവസാനം പറിക്കുന്ന സമയത്ത് അതിൻ്റെ ആ മണികൾക്ക് വലിപ്പം കുറവായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യപ്രകാശം ഏൽക്കാത്തതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. പക്ഷേ ഇതിനാവുമ്പോൾ ആ പ്രശ്നം വരില്ല. കുരുമുളക് തന്നെ നമ്മൾ നനച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ന്യായമായ വളവും കൊടുക്കുകയാണെങ്കിൽ മണികൾക്ക് നല്ല വലിപ്പം ഉണ്ടാകും. ഇപ്പം ഞാനിത് കേറുതലയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇതിൽ കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുരുമുളക് പറിക്കാൻ നേരമായപ്പോഴത്തേന് മണികൾക്കൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ PVC പൈപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളൊരു വീട്ടാവശ്യത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് നോക്കി നടത്തുന്നതാണെങ്കിൽ നല്ലത് ഒരു 4 മീറ്ററിനുള്ളിൽ PVC പൈപ്പ് നിലനിർത്തുക നല്ലത്. അപ്പോൾ നമുക്ക് തന്നെ മുക്കോണി വെച്ച് പറിക്കുകയൊക്കെ ചെയ്യാം. പൊക്ക അധികമായി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് നമ്മൾ കമ്പി വലിച്ച് കെട്ടേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ പണിക്കാരെ കൂട്ടിയൊക്കെ ചെയ്യുകയാണെങ്കിലും ഓക്കെ, അത് റെഡിയാണ്. പക്ഷെ നമ്മുടെ ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ 4 മീറ്ററിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ കുറച്ച് നാളത്തേനുള്ള പൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ISI മാർക്കുള്ള പൈപ്പ് ചെയ്യുക, ക്വാളിറ്റി ഉള്ള പൈപ്പ് ചെയ്യുകയാണ് നല്ലത്. പിന്നെ യൂട്യൂബിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 4 kg. അപ്പോൾ പന്നിയൂരൊക്കെ എന്ന് പറയുമ്പോൾ 4 kg ചെയ്യുമ്പോൾ വലിയ കൊടിയായി കഴിഞ്ഞാൽ
നമ്മളെ വലിയ കൊടികളാവും. ഇത് ചെറിയ രീതിയിൽ നമ്മൾ നല്ലോണം പരിചരണമുണ്ട്, നല്ലോണം വളം വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല വലിപ്പം വെക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നല്ല വെയിറ്റും വരും. ഇതിൻ്റെ കായുണ്ടാവും, അതുപോലെ തന്നെ ചപ്പ് എല്ലാം കൂടെ തണ്ട് എല്ലാം കൂടെ നല്ല വെയിറ്റ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും വെയിറ്റ് വരുമ്പോൾ പൈപ്പ് 4 kg ഒക്കെ ആണെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മിനിമം നമ്മളൊരു 6 kg എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടി ആ പൈപ്പെങ്കിലും നമ്മൾ ഇട്ടാലേ പന്നിയൂര് 1 പോലെയുള്ള കൊടികൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് അന്നത്തെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് 10 kg പൈപ്പ് ചെയ്തേക്കുന്നത്. എന്തായാലും കാറ്റ് പിടിച്ചാൽ പോലും അനങ്ങാൻ പാടില്ല എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഉള്ളു. ഓക്കെ, അതുകൊണ്ട് ഇത് പ്രശ്നമില്ലാതെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യുകയൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇപ്പോൾ മേലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഈ എക്സ് ആകൃതിയിൽ കമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അടിയിലും ഇത്രയും ഒരു 3/4 മീറ്റർ 1 മീറ്ററിൻ്റെ അടുത്ത് കുഴി കുഴിച്ച് അടിയിലും അങ്ങനെ നമ്മൾ എക്സ് ആകൃതി കുഴി കുഴിച്ചിട്ട് ഒന്നെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ കട്ടകൾ 4 ഭാഗത്തും വെച്ച് അങ്ങനെ ചെയ്താലും മതി. ഇപ്പം കുറേ കമ്പനിക്കാർ ഇങ്ങനെ കോൺക്രീറ്റ് തന്നെ ചെയ്തിട്ട് ഈ പൈപ്പിനോടൊപ്പം സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് എളുപ്പത്തിന് വേണമെങ്കിൽ അത് ചെയ്യാം. അതാണെങ്കിൽ കുറച്ചുകൂടെ, അപ്പോൾ കേജ് അവരോട് പറഞ്ഞാൽ കേജ് അതനുസരിച്ച് അവർ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിലും നമുക്ക് ചെയ്യാം. നമ്മൾ പൈപ്പ് നമ്മുടെ തന്നെ ഒരു ഈ ഇഞ്ചി കൃഷിയുണ്ട് നമുക്ക്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു സംഘടനയുണ്ട്, UFPA എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സംഘടന ഉഫ്കോ എന്നും പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഒരു കമ്പനി രൂപീകരിച്ച്, ഇപ്പോൾ ഉണ്ടല്ലോ അങ്ങനെ ഇഷ്ടംപോലെ കാർഷിക കേന്ദ്ര ഗവൺമെൻറ് സഹായം ചെയ്യുന്നൊരു രീതിയിലുള്ള കമ്പനികളുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, ഉഫ്കോ എന്നും പറഞ്ഞിട്ട്, UFPA നമ്മുടെ സംഘടന. അപ്പോൾ അവിടുന്നാണ് എടുത്തത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വില കുറവിൽ നമുക്ക് പൈപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ നമ്മൾ നടുന്നതിന് മുന്നേ മണ്ണ് പരിശോധിക്കണം. മണ്ണ് പരിശോധിച്ചിട്ട് അതൊരു pH ഒരു 7 ന്യൂട്രൽ പറയുന്നത് ചെടികൾക്കെല്ലാം വളരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ചിലപ്പോൾ മഴയൊക്കെ കൂടുതലുള്ള പ്രദേശമായതുകൊണ്ട് ഒരു 5, 5.5, 6. അപ്പോൾ ചെടികൾക്ക് മണ്ണിലുള്ള എല്ലാ മൂലകങ്ങളും ഒരുപോലെ വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കുമ്മായിട്ട് മണ്ണിൻ്റെ pH ഏകദേശം ഒരു 7ൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുഴിയൊക്കെ എടുത്ത് ഒന്നെങ്കിൽ കൂടുതൽ നമുക്ക് നടാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ തണ്ട് മുറിച്ചിടുക ചെയ്തത്. തണ്ട് മുറിച്ചിടുന്ന പറഞ്ഞാൽ നമ്മൾ കയറുതല തന്നെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന തണ്ടുകൾ തന്നെ മുറിച്ചിടുക. അപ്പോൾ പെട്ടെന്ന് ചോട്ടിയും തന്നെ നല്ലോണം കണ്ണി പൊട്ടി കയറും. അതാണ് അതിൻ്റെ ഒരു ഗുണം. 1 വർഷം ആയി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കണ്ണിത്തലയാണ് നട്ടതെന്ന്. ആദ്യ സമയത്ത് ഇതിന് വളർച്ച കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 19-19-19ൻ്റെ 1 കിലോ പാക്കറ്റുകളുണ്ട്, അത് 100 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചോട്ടിൽ ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നെ അതിന് മുന്നേ ആയിട്ട് തന്നെ ചാണകം, ഇത് കുഴി എല്ലാം മൂടിക്കഴിഞ്ഞ് PVC പൈപ്പെല്ലാം പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കുഴിയെല്ലാം മൂടുന്നതിന് മുന്നേ ആയിട്ട് അടിയിൽ ചാണകം ഇട്ടിരുന്നു. എന്നിട്ട് അത് മണ്ണിട്ട് മൂടിയിട്ടാണ് അതിൻ്റെ മേലെ ഇത് വെച്ചത്. ഇനിയിപ്പോൾ ആദ്യകാലത്ത് ആ 19-19 നമ്മൾ കൊടുത്തിരുന്നു. പിന്നീട് 1-2 പ്രാവശ്യം പിന്നെയും കൊടുത്തിരുന്നു, ഒന്ന് വളർച്ച ഫസ്റ്റ് ആദ്യത്തെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വളം, 1 പ്രാവശ്യം കുറച്ച് വളവും കൂടി ഇട്ട് കൊടുത്തിരുന്നു. ഏതായാലും അതുപോലെ തന്നെ നന ഇടതടവില്ലാതെ തന്നെ ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോൾ 1 പ്രാവശ്യം, അത് മൈക്രോ സ്പ്രിംഗ്ലറുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ആണെങ്കിലും പറമ്പിൽ കാപ്പിയും കൂടെ ഉള്ളതാണ്, കുരുമുളകുള്ളത്. അപ്പോൾ അതിന് വേനയ്ക്ക് നമുക്ക് അത്രയധികം നനയ്ക്കാൻ പറ്റില്ല. നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും നല്ല വളർച്ച കിട്ടും. സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറമ്പിലൊക്കെ നടുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് കുരുമുളക് ഈ ഉയരം അത്രേ ആവുള്ളൂ, ഇത്രയും പൊക്കത്തിലേ കയറുള്ളൂ. അപ്പോൾ അതിൻ്റെ വളർച്ച വേനൽക്കാലത്ത് വളരാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അത് വളർച്ച ഇല്ലാതെ തന്നെ അങ്ങനെ നിന്ന് പോവുക. പക്ഷെ നമ്മളിത് നനയ്ക്കുകയും അതുപോലെ തന്നെ വളവും കൂടെ കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വളർന്ന് ഇതിപ്പോൾ എന്നെക്കാളും ഒരാളുടെയും കൂടെ പൊക്കമായി ആ രീതിയിൽ വളർച്ച വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ മെച്ചം.
ഇനിയിപ്പോൾ കായ് പിടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നന കൊടുക്കുകയാണെങ്കിൽ നനയും അതുപോലെ തന്നെ വെള്ളവും കൊടുക്കുക, ഈ വളവും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാവുന്ന തിരികളിൽ മണികൾ പിടിക്കുന്ന മണികൾക്ക് ഒരു 25% എന്തായാലും സാധാരണത്തിനേക്കാളും വലിപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കുരുമുളക്, നല്ല തൂക്കത്തോടു കൂടിയ കുരുമുളക് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പ്ലാന്റിൽ നമുക്കൊരു 2 കിലോ കിട്ടുന്നതെങ്കിൽ ആ കുരുമുളക് തന്നെ ആ ചെടിയിൽ നിന്ന് തന്നെ നമുക്കത് 2.5-3 കിലോ വരെ, 2.5 തീർച്ചയായിട്ടും ആ തിരികളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. ക്വാളിറ്റി ഉള്ളത് കിട്ടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു മെച്ചം. നമ്മൾ അവിടെ മൈക്രോ സ്പ്രിങ്ക്ലറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതിന് കുരുമുളക് നട്ടപ്പം അതിൻ്റെ ഒപ്പം ഇടയ്ക്കൂടെ വാഴയും വെച്ചിരുന്നു. അപ്പോൾ വാഴയ്ക്കും കൂടെ വെള്ളം കിട്ടണേ. ആ വാഴ നട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കുരുമുളക് തൈകൾക്ക് വേനൽക്കാലത്ത് ഒരു തണലും ഒരു സംരക്ഷണവും കൂടുതൽ കിട്ടാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ വാഴയും കൂടെ വെച്ചതുകൊണ്ട് നമ്മൾ ഡ്രിപ്പ് കൊടുത്താൽ ആ ഒരു വാഴയ്ക്കും കൂടെയുള്ള വെള്ളം കിട്ടൽ ബുദ്ധിമുട്ടായതുകൊണ്ട്, അതുപോലെ തന്നെ വളം ഇട്ട് കൊടുക്കാനെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൽ നമ്മൾ മൈക്രോ സ്പ്രിങ്ക്ലറാണ് ചെയ്തത്. അത് ഏകദേശം 18 അടിക്ക് നമ്മൾ അത് ക്രമീകരിച്ചു. ഇപ്പോൾ ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ ഇത് നമ്മൾ ചന്ദ്ര എന്ന ഇനം ചെയ്തിരിക്കുക. ചന്ദ്ര എന്ന പുതിയ ഇനമാണ്. IISR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചുകാർ പുതിയതായിട്ട് ഹൈബ്രിഡ് എന്ന രീതിയിൽ, കുരുമുളക് എന്ന രീതിയിൽ ഇപ്പോൾ അടുത്ത് പുറത്തിറക്കിയൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ചെയ്തത് നമ്മൾ ഡ്രിപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വാഴയൊന്നും വെച്ചില്ല. അപ്പോൾ ചോട്ടിൽ കൂടെ ഡ്രിപ്പ് വെച്ചു. അപ്പോൾ അതിനാകുമ്പോൾ കുറച്ച് വെള്ളം മതി. പിന്നെ ദിവസവും തന്നെ നമ്മൾ ആ ഭാഗത്തേക്കുള്ള വാൽവ് തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ദിവസവും തന്നെ എല്ലാ ചെടികളുടെ ചുവട്ടിലും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നുണ്ട്. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. ഇനിയിപ്പം വളവും കൂടെ ഇതിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ തന്നെ നമ്മൾ ലായനിയായിട്ടുള്ള വളം നമ്മളിതിൽ ചെയ്യുകയാണെങ്കിൽ അതും എളുപ്പമാണ്, പരിപാടി എളുപ്പമാണ്. നമ്മൾ യൂട്യൂബിലെല്ലാം കാണുന്നുണ്ട്, ഒരുപാട് പേര് കൃഷി ചെയ്യുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇത് പിടിച്ച് കയറുമോ എന്നൊക്കെ എനിക്കൊരു സംശയമായിരുന്നു. അപ്പോൾ പിന്നീട് ഞാനിങ്ങനെ നട്ട് കുറച്ച് ആ വേനൽക്കാലത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറി വരുന്നു, നമ്മൾ കെട്ടിക്കൊടുക്കണം, ഇല്ലെങ്കിൽ അങ്ങ് മറിഞ്ഞ് വീഴുമായിരുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞിട്ട് ഒരു ഈർപ്പം, അന്തരീക്ഷത്തിൽ ഈർപ്പവും നനവും ഉള്ള സമയത്ത് ഇത് PVCയിലേക്ക് ഈ പറ്റുവേരുകൾ പിടിച്ച് നിൽക്കുന്നുണ്ട്, നല്ല ശക്തമായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. മഴ വേണം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ മരങ്ങളിലാണെങ്കിലും ശരി, വേനൽക്കാലത്ത് അതിന് വളർച്ച ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മരത്തിൽ പറ്റി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. ഒരു നനവ് വേണം എന്ത് തന്നെ ആയാലും. അപ്പോൾ നനവുള്ളിടത്ത് പറ്റി പിടിക്കുന്നുണ്ട്. ഈ PVCയിൽ നല്ലോണം പറ്റി പിടിക്കുന്നുണ്ട്. PVCയിൽ കൃഷി ചെയ്യുമ്പോൾ മറ്റേ സാധാ മരങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് നമുക്ക് കൈകാര്യം ചെയ്യാനും. പിന്നെ ഈ ചോലയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം വെയിലടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നനയ്ക്കാനും നമുക്ക് സൗകര്യം. അങ്ങനെ എല്ലാം കൊണ്ടും PVC കുറച്ചുകൂടെ മെച്ചം. പക്ഷെ ചിലരത് അംഗീകരിക്കുന്നില്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെ കെട്ടിക്കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ആ കമ്പി ഇട്ടേക്കുന്ന അവിടം വരെ എത്തി അതിൽ ചുറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യണ്ട. പിന്നെ അത് സ്വാഭാവികമായിട്ടും വളർന്ന് വന്നോളും. അതാണ് പടർന്ന് പന്തലിച്ചോ വരേണ്ടതാണ്. നമ്മൾ ഇവിടെ ഇവിടെ എല്ലായി കൂടി ഒരു 1/2 ഏക്കർ സ്ഥലമുണ്ട്. 200 പോസ്റ്റാണ് ഉള്ളത് നമുക്ക്. 200 പോസ്റ്റാണ് ഞാൻ ആദ്യം നട്ടിരുന്നത്. അപ്പോൾ അത് 9 അടിക്കാണ് നമ്മൾ തമ്മിലുള്ള അകലം വെച്ചിരിക്കുന്നത്. മറ്റേ 4 മീറ്റർ പൊക്കത്തിലാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിൽ അത് 6 അടിക്കും 7 അടിക്കും ഒക്കെ ഇടുന്നുണ്ട്. നമ്മൾ പിന്നെ ഉയരം കൂടുതലായതുകൊണ്ട് കുറച്ച് അകലം കൂട്ടിയിട്ടു നമ്മൾ 9 അടിക്ക്. എന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ രോഗം വരികയാണെങ്കിൽ അതിന് വരണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് അകലം കൂട്ടിയിട്ടു. പിന്നെ രോഗകീട നിയന്ത്രണത്തെ പറ്റി പറയുമ്പോൾ മഴക്കാലത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മളത് ഒന്നെങ്കിൽ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് അത് ചുവട്ടിൽ നമ്മൾ അത് ഒരു ഉത്തേജകം കൂടിയാണ്, കേടിനെ പ്രതിരോധിക്കാൻ അത് നല്ലതാണ്. അത് ഞങ്ങൾ അപ്പുറത്ത് നമ്മുടെ വലിയ കൊടിത്തോട്ടങ്ങളിൽ അത് ഒഴിക്കുന്നുണ്ട്. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മഴക്കാലത്തിന് മുമ്പായിട്ട് അടിച്ചു കൊടുക്കും. പിന്നെ മഴക്കാലത്തിന് ശേഷം ഒന്നും കൂടെ അടിച്ചു കൊടുക്കും, സ്പ്രേ ചെയ്ത് കൊടുക്കും, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് കേടുകളെ, പ്രത്യേകിച്ച് ദുരിതവാട്ടം അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം നിയന്ത്രിക്കാൻ അത് നല്ലതാണ്.
ആദ്യം ഞങ്ങൾ COC ആയിരുന്നു ഒഴിച്ചിരുന്നത്, ഒരു കുമിൾനാശിനി. അപ്പോൾ ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് COC ആകുമ്പോൾ എല്ലാ തരം കുമിളുകളെയും അത് നശിപ്പിച്ച് കളയും. എന്നാൽ ഈ അക്വമിൻ അല്ലെങ്കിൽ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് എന്ന് പറയുന്നത് മിത്ര കുമിളുകൾക്ക് അനുകൂലമാണ്. അത് ശത്രുക്കളായിട്ടുള്ള കുമിളുകളെ മാത്രമേ അത് നശിപ്പിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ടുണ്ട്, ശരിക്കും അതിൻ്റെ ഒരു റിസൾട്ടുണ്ട്. നമ്മൾ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എല്ലാവരും ചെയ്യുന്നത് 4 kg പൈപ്പിലാണ്. ഞാൻ പിന്നെ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും കാറ്റ് പിടിച്ചാലൊന്നും ആവരുത് എന്നുവെച്ചാൽ കൊടി സ്വാഭാവികമായിട്ട് നല്ല വണ്ണം വെക്കും, നല്ല വെയിറ്റും വരും. അപ്പോൾ കാറ്റ് പിടിച്ചാലും ഒന്നും ആവരുത് എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത് 10 kg ചെയ്തിരിക്കുന്നത്. 6 മീറ്റർ പൈപ്പാണ് അത്. കഴിഞ്ഞ വർഷം അത് 2200 വന്നിട്ടുണ്ട്, ഒരു പൈപ്പിന് 2200 രൂപ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 6 kg പൈപ്പ് ചെയ്താൽ മതിയായിരിക്കും. അതെനിക്ക് തോന്നുന്നു ഒരു 1600 ആ റേഞ്ചിലുള്ള വിലയാവും ഇപ്പോൾ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ അത് മതിയായിരിക്കും. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ചിലവ് നോക്കുമ്പോൾ ഒരു പൈപ്പിന് ഏകദേശം ഈ 2200, പിന്നെ അതിനനുബന്ധ ചിലവുകളെല്ലാം കൂടി ഒരു 2400-600 രൂപ, 2600 ഏകദേശം ഒരു ചിലവ് വന്നിട്ടുണ്ട്. അത് ചിലർ പറയും അത് വലിയ ചിലവല്ലേ എന്ന്. പക്ഷെ വലിയ കൊടിയായി കഴിഞ്ഞ് ഒരു വർഷത്തെ കായും കൊണ്ട് തന്നെ നമുക്കൊരു 4 കിലോ ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ വിലയ്ക്ക് തന്നെ 4 കിലോ ഉണ്ടെങ്കിൽ 4×7 28, 2800 രൂപ നമുക്ക് കിട്ടും. അത് വലിയൊരു ചിലവ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ നോക്കാം എങ്ങനെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ കുറച്ച് മുതൽ മുടക്ക് ആദ്യം കൂടുതൽ വരുന്നുണ്ട്. മരങ്ങളെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് അത്രയും മുടക്ക് മുതൽ വരുന്നില്ല. ഇപ്പം ചിലരൊക്കെ പലതരത്തിലുള്ള മരങ്ങൾ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം സിൽവർ ഓക്കൊക്കെ ആയിരുന്നു, ഞാനും കുറേ സിൽവർ ഓക്കൊക്കെ നട്ടിരുന്നതാണ്. പക്ഷെ സിൽവർ ഓക്കിൻ്റെ ഒരു പ്രശ്നം കാറ്റ് പിടിക്കുമ്പോൾ അത് പടന്നു പോവുക. കുറച്ച് വലിയ കൊടിയായി കഴിയുമ്പോൾ കാറ്റ് പിടിക്കുമ്പോൾ അത് താഴേക്ക് പോകും. നമ്മുടെ അത്രയും നാളത്തെ അധ്വാനം എല്ലാം വ്യർത്ഥമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവരൊക്കെ നമ്മുടെ വട്ട അങ്ങനെയുള്ള കുറേ മരങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതാണ് ഒരു പ്രശ്നം, പെട്ടെന്ന് ചപ്പാവും മേലെ. അപ്പോൾ നമുക്ക് ഈ 3 മാസം 4 മാസം ആകുമ്പോൾ പിന്നെ അത് ചാടിക്കാൻ ഒരാളെ വേണം. അത് ചാടിച്ച് അത്രയും നാൾ ആ തണലുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാണെങ്കിൽ നമുക്കത് എളുപ്പമാണ് എല്ലാ കാര്യത്തിലും. തീർച്ചയായും നമ്മൾ പൈസ നോക്കിയിട്ടല്ല, നമ്മുടെ ഒരു സന്തോഷത്തിനും. എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെയൊക്കെ രക്തത്തിൽ, പ്രത്യേകിച്ച് വയനാട്ടുകാരുടെയും പിന്നെ കേരളീയരുടെയും ഒക്കെ രക്തത്തിൽ കുരുമുളക് കൃഷി സ്വാഭാവികമായിട്ടും നല്ലോണമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയൊരു വീഡിയോ അന്ന് വയനാട് വിഷൻ തന്നെ ചെയ്തിരുന്നത് 1.5 ലക്ഷത്തോളം കാണികളായിട്ടുണ്ട്. അത് കുരുമുളക് കൃഷിയോടും അതുപോലെ തന്നെ എല്ലാ കൃഷികളോടുമുള്ള നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതിനോടൊരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ മാതിരി നമ്മളിത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വീട്ടമ്മമാർ പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നു, അതൊരു ലാഭം നോക്കിയിട്ടല്ല. അപ്പോൾ അവരുടെ ഒരു മാനസിക സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനസിക സന്തോഷം കൂടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. തീർച്ചയായും എൻ്റെ അനുഭവത്തിൽ, ഞാൻ മറ്റേ പറമ്പിൽ നട്ടുന്ന കുരുമുളകുണ്ട്, അനുഭവത്തിൽ ഇത് മോശം വരാൻ സാധ്യതയില്ല, നല്ല രീതിയിൽ വളരും. അതുപോലെ തന്നെ നമ്മൾ പരിചരണത്തിന് എളുപ്പമാണ് ഇതാവുമ്പോൾ നമുക്കങ്ങനെ ഇടയ്ക്കൂടെ നടന്നൊക്കെ പരിചരണം ചെയ്യാനും. മറ്റത് ഈ കാപ്പിയുടെ ഉള്ളിലൊക്കെ ആകുമ്പോൾ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഇത് കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ട്. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, വൈകുന്നേരമൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്കൊരു ഹോബി എന്നുള്ള രീതിയിൽ നല്ലൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ തലകളൊക്കെ ഒന്ന് പിടിച്ച് കെട്ടിയൊക്കെ കൊടുക്കുമ്പോഴും ഒക്കെ ഒരു സന്തോഷമാണ്. തുടക്കത്തിലുള്ള ജോലികൾ പണിക്കാരെ നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം 1-2 വട്ടം ഈ 19 മരുന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മരുന്നല്ല, വളം, നമ്മുടെ ലിക്വിഡായിട്ടുള്ളത്. അപ്പോൾ അതിനും ആളുകൾ പണിക്കാരെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കെട്ടിക്കൊടുക്കുന്നത്, കെട്ടി കൊടുക്കുന്നത്, അതുപോലെ തന്നെ നനയ്ക്ക് ഈ വാൽവുകൾ തുറന്നാൽ മതിയല്ലോ, മൈക്രോ സ്പ്രിംഗ്ലറിൻ്റെയും അതുപോലെ തന്നെ ഡ്രിപ്പിൻ്റെയൊക്കെ വാൽവുകളൊന്ന് തുറന്നു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള വള്ളിയൊന്ന് കെട്ടിക്കൊടുക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും അറിയാതെ അങ്ങ് ചെയ്തു പോകും, നല്ല രീതിയിലായതുകൊണ്ട്. കുരുമുളക് കർഷകർക്ക് പ്രചോദനമാക്കാവുന്ന അല്ലെങ്കിൽ ഒരു മാതൃകയാക്കാവുന്ന കൃഷിരീതിയാണ് PVC പൈപ്പിലെ കുരുമുളക് കൃഷി. ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന കീടരോഗ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാൻ ഒരുപക്ഷെ ഈ PVC പൈപ്പുകളിലെ കുരുമുളക് കൃഷിക്ക് അയക്കാം. അപ്പോൾ എന്തായാലും
പടവും പറമ്പും ഇന്ന് ഒരു വ്യത്യസ്തനായ കർഷകനെയായിരുന്നു പരിചയപ്പെടുത്തിയത്. മാനന്തവാടി പായോടെ ആര്യപ്പള്ളി അജീഷേട്ടനെ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ പരീക്ഷണം, ആ പരീക്ഷണം പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും ഒരു പുതിയ കർഷകൻ്റെ വിശേഷവുമായി കാണാം. നന്ദി, നമസ്കാരം.